ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. നമ്മളുടെ ബ്രിക്സ് കൂട്ടായ്മയിൽ ബ്രിക്സ് കറൻസി വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് റഷ്യക്കും ചൈനയ്ക്കും ഇറാനുമാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ മൂന്ന് രാജ്യങ്ങളാണ് നമുക്ക് ഏറെക്കുറെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങൾ എന്ന ജിയോ പൊളിറ്റിക്കൽ പ്രഷേഴ്സ് ഉള്ളത് ബ്രിക്സിലെ ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങൾക്ക് എതിരെയാണ്. പ്രത്യേകിച്ച് ഇറാൻ ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പർ അല്ല. ബ്രിക്സിനകത്തിലെ ബേസിക് എന്നതാണ് അവരുടെ ഈ ബ്രിക്സ് കണ്ടുപിടിച്ച രാജ്യം, ഫോം ചെയ്ത രാജ്യങ്ങളകത്ത് ഇറാൻ അല്ല. പക്ഷെ എന്നാലും ഇറാൻ ബ്രിക്സിനകത്തിലുണ്ട്. കാരണം ഈ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളാണ് അമേരിക്കയുടെ സാങ്ഷൻസിനകത്തിലൊക്കെ, അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ, അതുപോലുള്ള സമ്മർദ്ദങ്ങളും മിലിറ്ററി സൈനിക പ്രതിരോധപരമായിട്ടൊക്കെ കൂടുതൽ ഭീഷണികളും സമ്മർദ്ദങ്ങളും ഒക്കെ നേരിടുന്ന രാജ്യങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ചൈനയും റഷ്യയും. അപ്പോൾ ബ്രിക്സ് കറൻസി വേണമെന്ന് ഏറ്റവും കൂടുതൽ താല്പര്യം പറയുന്നതും പ്രകടിപ്പിക്കുന്നതും ഈ രണ്ട് രാജ്യങ്ങളാണ്. ഇറാനും അതിനകത്തിലുണ്ട്. ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയ്ക്കും ബ്രസീലിനും അത്ര വലിയ താല്പര്യമില്ല. തൽക്കാലം ബ്രിക്സ് കറൻസി വേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ഇന്ത്യയുടെയും ബ്രസീലിൻ്റെയും സൗത്ത് ആഫ്രിക്കയുടെയൊക്കെ. ഇന്ത്യയുടെ നിലപാട് തികച്ചും ബ്രിക്സ് കറൻസി വരികയാണെങ്കിൽ അതിനകത്തിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ മുകളിൽ കൺട്രോൾ അല്ലെങ്കിൽ സ്വാധീനം ചൈനയ്ക്കാണ് ലഭിക്കാൻ സാധ്യത എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ കൂടുതൽ അതിനകത്തിലോട്ട് ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാകണം. തൽക്കാലം ഉൺ- ഡോളറിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ബ്രിക്സ് കറൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് ഇന്ത്യക്കില്ല. പക്ഷെ എന്നാലും പൊതുവെ ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ നമുക്കറിയാം, ഇപ്പം ഇന്ത്യക്കെതിരെയും അമേരിക്ക ടാരിഫ് അല്ലെങ്കിൽ ഈ വ്യാപാര ചുങ്കങ്ങളൊക്കെ ചുമത്തിയിട്ടുണ്ട്. 50% വ്യാപാര ചുങ്കം, ട്രേഡ് ടാരിഫ് നമുക്ക് മുകളിലുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇന്ത്യക്കും ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള എല്ലാ വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് അമേരിക്ക ഡോളർ എന്ന് പറയുന്ന അവരുടെ ഗ്ലോബൽ റിസർവ് കറൻസിയാണ്. എല്ലാ രാജ്യങ്ങളും പിന്നെ ഡോളർ ആണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു റിസർവ് കറൻസി ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ റഷ്യക്കും ഏറെക്കുറെ ചൈനയ്ക്കും ഒന്നും തന്നെ, അല്ലെങ്കിൽ ഇറാനൊന്നും തന്നെ ഡോളറിൽ അവർക്ക് വ്യാപാരങ്ങളോ അല്ലെങ്കിൽ ട്രേഡോ നടത്താൻ സാധിക്കാത്തത് കൊണ്ട് അവർക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മറ്റ് മാർഗങ്ങൾ, ബദൽ സംവിധാനങ്ങൾ അവർക്ക് തീർച്ചയായിട്ടും ആശ്രയിച്ചേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്തേ വരത്തുള്ളൂ. അപ്പം ഇത് ഈ രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലാണെങ്കിലും, ഇപ്പം ഇന്ത്യക്ക് മുകളിൽ വലിയ ഉപരോധങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും റഷ്യയായിട്ട് നമ്മൾ കച്ചവടം നടത്തുന്നുണ്ട്. അമേരിക്കയുടെ ശ്രദ്ധയും അല്ലെങ്കിൽ അമേരിക്കയുടെ ഈ പറഞ്ഞ സമ്മർദ്ദങ്ങൾ, സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ ഇന്ത്യക്ക് മുകളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും റഷ്യയായിട്ടുള്ള ട്രേഡിൽ നമുക്ക് ഡോളർ യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ ബയലാറ്ററലായിട്ടുള്ള, അല്ലെങ്കിൽ ചൈനയും റഷ്യയും തമ്മിൽ ബയലാറ്ററലായിട്ടുള്ള ഒന്നേ അവരുടെ കറൻസികൾ, ലോക്കൽ കറൻസി അല്ലെങ്കിൽ അവരുടെ നാഷണൽ കറൻസീസ് യൂസ് ചെയ്താണ് അവർ ട്രേഡുകൾ നടത്തുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ അവർ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഉഭയകക്ഷി ബന്ധങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യം നേരിടുന്നത് കൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഒരു ബദൽ സംവിധാനം, ഒരു ഫൈനാൻഷ്യൽ എന്താണ് പറയുന്നത് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ ബ്രിക്സിൻ്റെ ഈ പറഞ്ഞ രാജ്യങ്ങളുടെയൊക്കെ സെൻട്രൽ ബാങ്കുകൾ പറയുന്നത് US ഡോളറിൻ്റെ ഡോമിനൻസ് അല്ലെങ്കിൽ സ്വാധീനം ഏകദേശം 5 വർഷത്തിനുള്ളിൽ ഗണ്യമായി കുറയാനുള്ള സാധ്യതയുണ്ട്. അതായത് 2030 ഈ ഡോളറിൻ്റെ സ്വാധീനം വൻതോതിൽ കുറയും എന്നാണ് ഈ പറഞ്ഞ ബ്രിക്സിലെ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ 73% പറയുന്നത്. അത് പ്രധാനമായിട്ടും റഷ്യ, ബ്രസീൽ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇതുപോലുള്ള രാജ്യങ്ങളാണ്. US ഡോളറിൻ്റെ ഗ്ലോബൽ റിസർവ് കറൻസി എന്നുള്ള ഒരു എന്താണ് പറയുന്നത്, ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പൊസിഷൻ ഒരു അടുത്ത 5 വർഷത്തിനുള്ളിൽ കുറയും എന്നുള്ളൊരു അസസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ അസസ്മെൻ്റ് ആണ്
ഇതിനകത്തിൽ കൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 43% സെൻട്രൽ ബാങ്ക് ഈ പറഞ്ഞ ബ്രിക്സിനകത്തിലാണ്. അതിൽ പ്രത്യേകിച്ച് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഗോൾഡ് റിസർവ്, ഗോൾഡ് ഒത്തിരി വാങ്ങിച്ചു കൂട്ടുകയും ചെയ്തു. റഷ്യയും ചൈനയും ഇന്ത്യയും സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ എമർജിങ് എക്കോണമീസ് എന്നാണല്ലോ അവരെയൊക്കെ, ഇന്ത്യ ഉൾപ്പെടെ, ചൈന ആയപ്പോലും. ചൈനയെ ഒരു ഡെവലപ്ഡ് എക്കോണമി ആയിട്ട് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ചൈനയെ ഇമർജിങ് എക്കോണമി ആയിട്ടാണ് കാണുന്നത്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണെങ്കിൽ തന്നെയും ചൈന ഒരു, ഇപ്പം വെസ്റ്റേൺ കൺട്രീസിനെ പോലെ, അമേരിക്കയെ പോലെ, അല്ലെങ്കിൽ ജർമ്മനിയെ പോലെ, ജപ്പാനെ പോലെ ഒന്നും ഒരു ഡെവലപ്ഡ് എക്കോണമി ആയിട്ടോ അല്ലെങ്കിൽ ഡെവലപ്ഡ് ഒരു കൺട്രി ആയിട്ടൊന്നും ചൈന ഇതുവരെ ബ്രാൻഡ് ചെയ്യപ്പെട്ടില്ല. അപ്പോൾ ഇമർജിങ് എക്കോണമി എന്നുള്ളൊരു സ്റ്റാറ്റസ് തന്നെയാണ് ചൈനയും ഇന്ത്യയും ഒക്കെ തന്നെ. ഇമർജിങ് എക്കോണമിയാണ് സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ഈവൻ റഷ്യ ഒക്കെ തന്നെ. അപ്പോൾ ഇവരൊക്കെ ഒരു, അവരുടെ ലോക വ്യാപാര സംവിധാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം ആണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം US ഡോളറിനെ 2022 മുതൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ US ഡോളറിനെ ആശ്രയിക്കുന്നതിന് പകരം ഇവർ ഗോൾഡിനെയാണ് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ റിസർവ് ഈ രാജ്യങ്ങളൊക്കെ തന്നെ വൻതോതിൽ, അത് ഈ രാജ്യങ്ങളെല്ലാം, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും, അമേരിക്കയിലും എല്ലാ രാജ്യങ്ങളൊക്കെ തന്നെ കൂടുതൽ കാലക്രമേണ കൂടുതൽ കൂടുതൽ ഗോൾഡ് വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. അവരുടെ സെൻട്രൽ ബാങ്കിൻ്റെ റിസർവിലൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഈ ബ്രിക്സിനകത്തിൽ ഇപ്പോഴും ഒരു ഈ സമവായമായിട്ടില്ല. ബ്രിക്സ് കറൻസി വേണോ അല്ലെങ്കിൽ ബ്രിക്സ് കറൻസി അതിനൊരു യൂണിഫൈഡ് ആയിട്ടുള്ള, എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രത്യേകിച്ച് ഈ പറഞ്ഞ 5 രാജ്യങ്ങൾ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈ പറഞ്ഞ 5 രാജ്യങ്ങൾക്കിടയിലും ഒരു സമവായം അല്ലെങ്കിൽ ഒരു, എന്താണ് പറയുന്നത്, ഒരു അഭിപ്രായ ഒരു യൂണിറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. US ഡോളറിന് പകരമായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സിസ്റ്റവും ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാകണം എന്നുള്ളൊരു, എന്താണ് പറയുന്നത്, ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മോണിറ്ററി ഷിഫ്റ്റ്, അതായത് ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നിട്ട്, അപ്പോൾ അത് തീർച്ചയായിട്ടും US ഡോളറിനെ ചലഞ്ച് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലേക്ക് അത് കാലക്രമേണ മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. കാരണം ഡോളർ ഇപ്പം പഴയ പോലെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കറൻസി അല്ല. അപ്പോൾ അതിനെ കൂടുതൽ റിസർവായിട്ട് കരുതുന്നത് ഈ രാജ്യങ്ങൾക്കൊന്നും അത്ര വലിയ പ്രയോജനകരമല്ല. അതിനകത്തിൽ വളരെയധികം റിസ്ക് ഉണ്ട് എന്നൊക്കെയാണ് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്ക്സിൻ്റെ ഒക്കെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം US ഭയങ്കര ഡെഫിസിറ്റിൽ ഓടുന്ന ഒരു രാജ്യമാണ്. ഒത്തിരി അവരുടെ കമ്മി എന്നൊക്കെ പറഞ്ഞാൽ ബജറ്റ് കമ്മി, അതുപോലെ തന്നെ അവരുടെ ഡെറ്റ്, നാഷണൽ ഡെറ്റൊക്കെ സ്കൈ റോക്കറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഈ ഡോളർ വീണ്ടും നമ്മൾ വാങ്ങിച്ചു കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര വലിയ, എന്താണ് പറയുന്നത്, സേഫ് അല്ല, സെക്യൂർ അല്ല എന്നാണ് ഈ പറഞ്ഞ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പം അമേരിക്കയുടെ ദേശീയ കടം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കടം $38 ട്രില്യൺ മേളിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര, അതിന് അറൗണ്ട് $30 ട്രില്യൺ ഒക്കെ ഒരു പക്ഷേ വരത്തുള്ളായിരിക്കും. അപ്പോൾ GDP-യേക്കാളെ കൂടുതലാണ് അവരുടെ നാഷണൽ ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒട്ടുമിക്ക രാജ്യങ്ങളിലെ അങ്ങനെ തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ താമസിയാതെ അത് $40 ട്രില്യൺ ആകും എന്നുള്ള കണക്കൂട്ടലൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതിനകത്തിൽ മുന്നോട്ടുള്ള വർധനവ് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും അത് പുറമോട്ട് പോകുവാനോ കുറയാനോ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ബ്രിക്സ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഈ US ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്, അത് തീർച്ചയായിട്ടും അത്ര ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ലാത്തത് കൊണ്ട് അവരിപ്പോൾ US ഡോളറിനെ അധികം ആശ്രയിക്കുന്നത്, അമിതമായിട്ട് ആശ്രയിക്കുന്നത് ഇപ്പോൾ കുറച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ ഡോളറിൻ്റെ ശരിക്കുമുള്ള, ഡോളർ ഇപ്പോഴും ഗ്ലോബൽ റിസർവ് കറൻസിയാണ്. ഇപ്പോഴും ഗ്ലോബൽ ട്രേഡിൻ്റെ 50-53 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 60% ഗ്ലോബൽ ട്രേഡ് ഇപ്പോഴും US ഡോളറിൽ തന്നെ ആണെങ്കിൽ തന്നെയും ഡോളറിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ പവർ
അല്ലെങ്കിൽ ഈ ഡോളറിൻ്റെ ഡോമിനൻസ് ഗ്രാജ്വലി കുറഞ്ഞു വരുന്ന ഒരു സെനറിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഗ്രാജ്വലായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇമർജിങ് എക്കോണമീസ് ആയതുകൊണ്ട് അതിനെല്ലാം ബ്രിക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയ്ക്കകത്ത് നിൽക്കുന്ന രാജ്യങ്ങളായതുകൊണ്ടും അമേരിക്കയുടെ പക്കൽ നിന്ന് അമേരിക്ക ഈ ഡോളറിനെ വെപ്പണൈസ് ചെയ്ത് ഈ രാജ്യങ്ങളെയൊക്കെ പരിധിയിൽ നിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടുമൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക്, ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക്, കാരണം നമുക്കെന്തായാലും നമ്മുടെ ഓരോ ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങൾക്കും അവരായിട്ടുള്ള ദേശീയ താല്പര്യങ്ങൾ, നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അവരുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ, അത് ഇക്കണോമിക്കായിട്ടുള്ള ഇൻട്രസ്റ്റിനെയും വൈറ്റലായിട്ടുള്ളവരുടെ ദേശീയ താല്പര്യങ്ങളൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ നിരന്തരമായിട്ട് നമുക്കെതിരെ ഈ ട്രേഡ് വാറും അല്ലെങ്കിൽ ഇക്കണോമിക് വാറും ഒക്കെ അവർ ഈ പ്രയോഗിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഈ ലോകത്ത് സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദേശീയ താല്പര്യങ്ങളെ മുൻനിർത്തി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് വളർച്ചയുടെ പാതയിൽ നയിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിനെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ഓൾട്ടർനേറ്റീവായിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ബ്രിക്സിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാലഘട്ടമായി മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രാജ്വലി ഡോളറിൻ്റെ പവർ അല്ലെങ്കിൽ ഡോമിനൻസ് കുറഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ബ്രിക്സിലുള്ള രാജ്യങ്ങൾ, അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ബ്രിക്സിലേക്ക് വരുവാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നത്. ഈവൻ അമേരിക്കയുടെ ഒക്കെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് പറയുന്ന UAE പോലും ബ്രിക്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സൗദി ബ്രിക്സിൽ ജോയിൻ ചെയ്യാൻ തയ്യാറായിരുന്നു, പക്ഷേ അമേരിക്കയുടെ ചില സമ്മർദ്ദങ്ങൾ കൊണ്ടായിരിക്കാം ഒരു അതിനകത്ത് തൽക്കാലം അവർ മാറി നിൽക്കുന്നത്. ഇറാൻ മെമ്പറാണ്. പിന്നെ അങ്ങനെ പല രാജ്യങ്ങളും, ഇന്തോനേഷ്യ, അങ്ങനെ പല രാജ്യങ്ങളും ഇതിനകത്തിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഭാവിയിൽ തീർച്ചയായിട്ടും വലിയൊരു മെമ്പർഷിപ്പുള്ള ഒരു ബ്ലോക്ക് ആകുമ്പോൾ US നേതൃത്വത്തിലുള്ള G7 രാജ്യങ്ങളെയും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളെയൊക്കെ തന്നെ ചലഞ്ച് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ളൊരു ബ്ലോക്കായിട്ട് മാറിക്കഴിയും. അപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതിനകത്തിലേക്ക്, ഈ ബ്ലോക്കിലേക്ക് വരുമ്പോൾ അവർക്കന്ന് ഒരു ഈ യൂണിഫൈഡ് ആയിട്ടുള്ള കറൻസി, ബ്രിക്സ് കറൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നേരം ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഈ ബ്രിക്സ് കറൻസി ഉപയോഗിച്ച് പരസ്പരം ട്രേഡ് ചെയ്യാനും, അല്ലെങ്കിൽ അങ്ങനെ ഒരു, ഇപ്പം ഈ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ സിസ്റ്റം, അമേരിക്കയുടെയൊക്കെ നിയന്ത്രണത്തിലുള്ള SWIFT, സ്വിഫ്റ്റിനെയൊക്കെ, പിന്നെ അതിന് പകരമായിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇതുവരെ ഫലവത്തായുള്ള സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ ബ്രിക്സിന് കഴിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു മാറ്റം തീർച്ചയായിട്ടും സമീപ ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അപ്പോഴത്തേക്ക് ഡോളർ ഏകദേശം ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ കൂടുതൽ പിന്നെ കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കിൻ്റെ പ്രതീക്ഷ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഡോളറിൻ്റെ പവറും ഡോമിനൻസും ഗണ്യമായി കുറയും. അപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അതൊരു, എന്താ പറയുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് തീർച്ചയായിട്ടും ഡോളറിൻ്റെ പവർ കുറയുന്നതിനനുസരിച്ച് അമേരിക്കയുടെ ഈ അപ്രമാദിത്യം നമ്മുടെ പോലുള്ള രാജ്യങ്ങളുടെ മുകളിലുള്ള ഈ കുതിര കയറൽ അതിനനുസരിച്ച് കുറഞ്ഞോളും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബ്രിക്സിൻ്റെ ഒരു കറൻസി അതിനോടൊപ്പം സമാന്തരമായിട്ട് നമുക്ക് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് കൂടുതൽ രാജ്യങ്ങളെ ബ്രിക്സിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് അങ്ങനെ അമേരിക്കയുടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആ ഒരു ഹെജിമോണി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ബ്രിക്സ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ബ്രിക്സിൻ്റെ കൂട്ടായ്മ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഈ ഡോളറിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഒരു കറൻസി ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, ലോഞ്ച് ചെയ്തിട്ടില്ല. കാരണം എല്ലാ രാജ്യങ്ങളും ഒരേ പ്ലാറ്റ്ഫോമിലല്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടതിനകത്ത് തന്നെ ഒരു വ്യത്യസ്ത നിലപാടുകളാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾ. റഷ്യയും ചൈനയും ഓക്കെയാണ്, കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇപ്പോൾ അമേരിക്കൻ ഡോളറിനെ ചലഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഇന്ത്യ, നമുക്കറിയാം ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ ഓൾറെഡി പറഞ്ഞു ഡോളറിനെ പിന്നെ ചലഞ്ച് ചെയ്യാൻ ഇന്ത്യ തയ്യാറല്ല. കാരണം ഇപ്പോഴും കാരണം അമേരിക്ക ഇന്ത്യയുടെ വലിയൊരു പാർട്ണർ ആയതുകൊണ്ടും, ട്രേഡിംഗ് പാർട്ണർ ആയതുകൊണ്ടും, സ്ട്രാറ്റജിക് പാർട്ണർ ആയതുകൊണ്ടും ഒക്കെ തന്നെ അമേരിക്കയെ പിന്നെ എന്താ പറയുന്നത്, അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ത്യ അതിനകത്തിൽ, പക്ഷേ ഇന്ത്യ ബ്രിക്സിലെ മെമ്പറാണ്. ബ്രിക്സ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ എന്താ പറയുക ഡോമിനൻസിനെ
ഒപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെതിരെ ഉണ്ടാക്കിയൊരു അലയൻസ് വേണമെന്നുള്ളൊരു പിന്നെ യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ റഷ്യയും ചൈനയും ഇറാനും ഒക്കെ തന്നെയാണ് ഇതിനകത്തിൽ മുൻപന്തിയിൽ, എന്ന് വെച്ചാൽ വളരെ ശക്തമായിട്ട് ഡോളറിനെതിരെ ബ്രിക്സ് കറൻസി വേണമെന്നുള്ളൊരു വാദഗതിയുമായിട്ട് അല്ലെങ്കിൽ ഒരു അവകാശവാദവുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യമായിട്ട് ഇപ്പോൾ ശക്തമായിട്ട് നിൽക്കുന്ന ഇന്ത്യ, ബ്രസീൽ, അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക, ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും അത്ര കൃത്യമായിട്ടുള്ള നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. കാരണം ഇന്ത്യയുടെ ഒരു പ്രധാന പ്രശ്നം എന്നല്ല ചൈനയായിട്ടുള്ള വിഷയമാണ്. കാരണം ബ്രിക്സ് കറൻസിക്ക് ആ, രൂപീകൃതമാവുകയാണെങ്കിൽ, കാരണം ചൈനയുടെ നിയന്ത്രണവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോളറും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പോലെ ചൈനയ്ക്കും ബ്രിക്സ് കറൻസിക്കും എന്നുവെച്ചാൽ ബ്രിക്സ് കറൻസിയുടെ മുകളിൽ ചൈനയ്ക്ക് നല്ലൊരു ഡോമിനൻസ് അല്ലെങ്കിൽ കൺട്രോൾ ഉണ്ടാകും. അത് ഇന്ത്യയെ പോലുള്ള രാജ്യത്തിൻ്റെ സ്വതന്ത്ര പരമാധികാരത്തിനൊക്കെ ഒരു വെല്ലുവിളിയാകുമെന്നുള്ളൊരു ആശങ്ക ഇന്ത്യക്ക് ഉള്ളത് കൊണ്ട് ഇന്ത്യ ഇതുവരെ ബ്രിക്സ് കറൻസിക്ക് ഒരു യെസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ബ്രിക്സിൻ്റെ കൂട്ടായ്മയ്ക്കുള്ളിൽ തന്നെ ഈ ഒരു ഡിവിഷൻ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലയൻസിൻ്റെ ഒരു മുമ്പോട്ടുള്ള ഭാവിയെ തന്നെ നമുക്ക് സംശയത്തിൽ കാണേണ്ട ഒരു അവസ്ഥയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. കാരണം തീർച്ചയായിട്ടും ബ്രിക്സിൻ്റെ ആനുവൽ ഉച്ചകോടിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം വലിയ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും രാജ്യങ്ങൾ തമ്മിൽ അത്ര ഒരു ഒരു സമവായമില്ല പല കാര്യത്തിലും എന്നുള്ള കാര്യം ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും ലോകത്തിൻ്റെ ഒരു ഡോമിനൻ്റ് കറൻസി US ഡോളർ തന്നെയാണ്. ബ്രിക്സിൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡോളറിനെ ടോപ്പിൽ ചെയ്യുക, അട്ടിമറിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനകത്തുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ രാജ്യങ്ങളും ഒരു സിംഗിൾ പേജിലല്ല, ഇന്ത്യ പ്രത്യേകിച്ച്. അത് 2030 ആകുമ്പോഴത്തേക്ക് ഡോളറിൻ്റെ ഈ പറഞ്ഞ കൺട്രോളും സ്വാധീനമൊക്കെ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് മേലുള്ള അവരുടെ സ്വാധീനവും കൺട്രോളും ഒക്കെ ഗ്രാജ്വലി സിസ്റ്റമാറ്റിക്കായിട്ട് കുറയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 2030 ആകുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ സാധിക്കും കൃത്യമായിട്ട് ഡോളറിൻ്റെ അവസ്ഥ എന്താണ്. അതുപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ എത്രത്തോളം എന്താ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ അലയൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് നമുക്ക് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമായതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഒരു ബ്രിക്സ് കറൻസി ഇതുവരെ അതിനൊരു ഫൈനൽ ഒരു സമവായം ബ്രിക്സ് അലയൻസിനകത്തിലില്ല. പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ചൈനയും റഷ്യയും ഇറാനുമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ ഇതുവരെ ബ്രിക്സ് കറൻസി രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ബ്രിക്സിനകത്തിൽ ഒരു എന്താണ് പറയുന്നത്, ചൈനയോടൊപ്പം അല്ലെങ്കിൽ റഷ്യയോടൊപ്പം ഇതുവരെ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. അതുപോലെ ബ്രസീലായാലും സൗത്ത് ആഫ്രിക്ക ആയാലും ഇവരൊക്കെ തന്നെ അമേരിക്കൻ ക്യാമ്പിലും പിന്നെ ഏറെയും കുറഞ്ഞുമായിട്ടൊക്കെ നിലകൊള്ളുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾക്ക് അമേരിക്കൻ ഡോളറിനെ ചലഞ്ച് ചെയ്ത് ബ്രിക്സ് കറൻസിയെ ഉണ്ടാക്കുന്നതിൽ ഒരു ഫൈനൽ തീരുമാനത്തിലേക്കോ നിലപാടിലേക്കോ വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രിക്സ് കറൻസിയെക്കുറിച്ച് തൽക്കാലം ഷെയർ ചെയ്യാനുള്ള ചില ഇൻഫർമേഷൻ. ഇപ്പോഴും US തന്നെയാണ്, അല്ല US ഡോളർ തന്നെയാണ് ഗ്ലോബൽ റിസർവ് കറൻസി. US ഡോളർ തന്നെയാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള കറൻസിയും. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളൊക്കെ തന്നെ US ഡോളർ തന്നെയാണ് അവരുടെ റിസർവ് കറൻസി ആയിട്ട് ഉപയോഗിക്കുന്നതും ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതും. റഷ്യ, ചൈന, ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള ട്രേഡ് സാങ്ഷൻസും അല്ലെങ്കിൽ ഇക്കണോമിക് സാങ്ഷൻസും ഒക്കെ തന്നെ നേരിടുന്ന രാജ്യങ്ങളായതുകൊണ്ട് അവർക്ക് ഡോളറിനെ ഡിപ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡോളറിൽ അവർക്ക് കച്ചവടവും മറ്റ് ക്രയവിക്രയങ്ങൾ നടത്താൻ സാധിക്കാത്തതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റമും അവർക്ക് വേണം എന്നുള്ളൊരു ആവശ്യം ഉള്ളതുകൊണ്ടാണ് അവർ ഡോളറിനെ റീപ്ലേസ് ചെയ്ത് ഒരു ബ്രിക്സ് കറൻസി ഉണ്ടാക്കുക എന്നുള്ളൊരു താല്പര്യമായിട്ട് അവർ ഇപ്പോഴും ബ്രിക്സ് അലയൻസിൽ മുന്നോട്ട് വരുന്ന രാജ്യങ്ങൾ ആയിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ.